തിരുവനന്തപുരത്തെ പോലീസ് ടെലികമ്മ്യൂണിക്കേഷൻ സിഐ ജെയ്സൺ അലക്സ് ജീവനൊടുക്കിയത് അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിനെ തുടർന്ന് മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള മാനസിക സമ്മർദ്ദം മൂലമെന്ന് കുടുംബം. 6 കോടി രൂപയുടെ സാധനങ്ങൾ വാങ്ങിയതിന്റെ ബില്ലിൽ ഒപ്പിട്ടു കൊടുക്കാൻ മുകളിൽ നിന്നും സമ്മർദ്ദമുണ്ടായി. അത് ഒപ്പിട്ടു കൊടുത്തിരുന്നില്ലെന്നും ഒപ്പിട്ടു നൽകിയാൽ താൻ കുടുങ്ങുമെന്ന് ജെയ്സൺ പറഞ്ഞിരുന്നതായും മാതാവ് പ്രതികരിച്ചു. പോലീസിന്റെ വയർലെസ് സംവിധാനം പരിഷ്കരിക്കുന്നതിൽ അഴിമതി നടന്നുവെന്നാണ് ആരോപണമുയരുന്നത്. കുടുംബത്തിന്റെ ആരോപണത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചേക്കും. വൈകാതെ കുടുംബം മുഖ്യമന്ത്രിക്കും പരാതി നൽകും. തിരുവനന്തപുരം കഴക്കൂട്ടം സ്വദേശിയാണ് ജെയ്സൺ അലക്സ്. ജോലിയുടെ ഭാരം കൊണ്ട് തന്നെ, ജോലിയുടെ പ്രഷർ കൊണ്ട് തന്നെ അവൻ മരിക്കാൻ കാരണം, വേറൊരു കാരണമല്ല. ജോലിയുടെ പ്രഷർ. ഡ്യൂട്ടിക്കിടെ വീട്ടിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ ജീവനൊടുക്കിയതിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെയാണ് കുടുംബത്തിന്റെ ആരോപണം. പോലീസിന്റെ വയർലെസ് സംവിധാനത്തിലെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട 6 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കിയിരുന്നു. ഇതിൽ വലിയ അഴിമതി നടക്കുന്നതായി ജെയ്സൺ മാതാവിനോടും ഭാര്യയോടും സൂചിപ്പിച്ചിരുന്നെന്നാണ് കുടുംബം പറയുന്നത്. ഈ 6 കോടിയുടെ പ്രോജക്റ്റ് അത് മോളിൽ നിന്ന് പ്രഷറുണ്ട്, അത് ഓക്കെ ആണെന്ന് ഒപ്പിട്ട് കൊടുക്കണമെന്ന്. അവൻ ഒപ്പിട്ട് കൊടുത്തില്ല. അതിന് മോളിൽ നിന്ന് പ്രഷറുണ്ട്. അത് ശരിയല്ല. അത് ശരിയായിട്ടുള്ളതല്ല ചെയ്തിരിക്കുന്നത്. വെളിയിൽ നിന്നൊരു ഒരു പ്രൈവറ്റ് കമ്പനിക്കാർ വന്ന് ചെയ്യുന്നുണ്ട്, ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പോൾ അവരിതെങ്ങനെയെങ്കിലും ആക്കി കൂട്ടി ഇട്ട് കൊടുത്തുകൊണ്ട് കാശ് വാങ്ങിച്ച് പോകും. അപ്പോൾ അതെല്ലാം ഇവന്റെ തലയിൽ വരും. ഉപകരണങ്ങൾ വാങ്ങിയ ബില്ലിൽ ജെയ്സൺ ഒപ്പിടാൻ വിസമ്മതിച്ചിരുന്നു. ബില്ലിൽ ഒപ്പിട്ടാൽ അതിന്റെ സൂക്ഷിപ്പുകാരനായ താനും കുടുങ്ങും. ഇതോടെ ഉപകരണങ്ങൾ ലഭ്യമാക്കിയ കമ്പനിക്ക് പ്രതിഫലം കിട്ടാൻ വൈകി. ഇതേ ചൊല്ലി ഉന്നത ഉദ്യോഗസ്ഥർക്ക് ജെയ്സണിനോട് അമർഷമുണ്ടായിരുന്നെന്നാണ് കുടുംബം പറയുന്നത്. തുടർന്ന് ഉദ്യോഗസ്ഥരിൽ നിന്ന് മോശം പെരുമാറ്റവും ഉണ്ടായി. ഇതിന്റെ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു ജെയ്സണെന്നും കുടുംബം ആരോപിക്കുന്നു. ഡ്യൂട്ടിക്ക് പോയ ഭർത്താവ് ഡ്യൂട്ടി അവസാനിക്കും മുമ്പ് എന്തിന് വീട്ടിലെത്തിയെന്നും ജെയ്സന്റെ ഭാര്യ ചോദിക്കുന്നു. മരണത്തിൽ ദുരൂഹതയുണ്ട്. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും പരാതി നൽകാനാണ് നീക്കം. എന്നാൽ വയർലെസ് ഇടപാടിൽ അഴിമതി ആരോപണം നടന്നിട്ടുള്ള നിലപാടാണ് ഉന്നത ഉദ്യോഗസ്ഥരുടേത്. പർച്ചേസിൽ ക്രമക്കേടില്ല, നടപടികൾ സുതാര്യമാണെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.